നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് റിവഞ്ച്. വിക്ടർ ഗ്യോക്കറസ് പറയുകയാണ്, കുറേ കാലം പ്രീമിയർ ലീഗിൽ ഞാൻ ബെഞ്ചിലിരുന്നതല്ലേ, ഇനി അവിടുത്തെ വലിയ ക്ലബ്ബുകളിൽ ഒന്നിൽ കളിച്ച് ഗോളടിക്കുക, സ്കോർ ചെയ്യുക, കിരീടം ചൂടുക, ഇത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. പറയുന്നത് വിക്ടർ ഗ്യോക്കറസ് ആണ്. ആഴ്സണലിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും താനില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും ആ ട്രാൻസ്ഫറിന് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്പോർട്ടിംഗ് CPയിൽ നിന്ന് അദ്ദേഹം എന്തായാലും വിട്ടുപോകും. ഇനി അവിടെ ട്രെയിനിങ് നടത്തി അവിടെ തുടർന്ന് അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഫബ്രിസോ റൊമാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഓൺലി തിങ്ക് അബൌട്ട് സ്കോറിങ് ആൻഡ് വിന്നിങ്. ഗോൾ അടിക്കുക, വിജയിക്കുക, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എല്ലാം അത് മാറ്റിമറിക്കും. പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വർഷം അവിടെ ചെലവഴിച്ചു. വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു പ്ലേ എ സിംഗിൾ മാച്ച്, ഒരു സിംഗിൾ മത്സരം പോലും കളിക്കാൻ പറ്റാതെ കുറേ വർഷങ്ങൾ ഞാൻ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതൊരു ഗ്രേറ്റ് റിവഞ്ച് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പകയുടെ കനൽ അദ്ദേഹത്തിലുണ്ട് എന്നർത്ഥം. തൻ്റെ പ്രതിഭ തിരിച്ചറിയാതെ ബെഞ്ചിലിരുത്തിയ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകളോട് അദ്ദേഹത്തിന് പകയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണിത്. അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു, ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയണിൽ 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ലോണിൽ പലയിടത്തും പോയി. സ്വാൻസി സിറ്റിയിൽ പോയി, കവൻട്രി സിറ്റിയിൽ പോയി, പിന്നെ കവൻട്രിയിൽ 2021 മുതൽ 2023 വരെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞാണ് അദ്ദേഹം സ്പോർട്ടിംഗ് CPയിലേക്ക് പോയ സീസണിൽ ഗോളടിച്ചു കൂട്ടി എല്ലാവരെയും വിസ്മയിപ്പിച്ചതും. സ്വീഡന് വേണ്ടി 26 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ ഓൾറെഡി നേടിയിട്ടുള്ള കളിക്കാരനാണ് വിക്ടർ ഗ്യോക്കറസ്. അദ്ദേഹം ആഴ്സണലിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.